ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മോർണിംഗ് എണീച്ചിട്ടുണ്ട്, ആളും എണീച്ചിട്ടുണ്ട്, അവളുടെ കളി തുടങ്ങി. രണ്ടാളും ഇപ്പോൾ സമയം നോക്കട്ടെ, കറക്റ്റ് സമയം ഇപ്പോൾ 7 മണി. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു. ഇതാളിതാ കളിക്കാൻ തുടങ്ങി. മോർണിംഗ് സുത്തേ, ഗുഡ് മോർണിംഗ് സുത്തേ, ഗുഡ് മോർണിംഗ്. ഉറങ്ങി എണീച്ചാണ് നമ്മൾ ഉറങ്ങി എണീച്ചതാണോ? ഉറങ്ങി എണീച്ചതിൻ്റെ ഹാങ് ഓവറിലിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഒന്ന് ഫ്രഷൊക്കെ ആവണം. ആൾ രാവിലെ തന്നെ ഒന്ന് റെഡിയാക്കാണ്ട് വെള്ളം കൂടെ വെക്കണമൊക്കെ പേസ്റ്റും ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരാൾ എൻ്റെ ആള് അപ്പിട്ട് നിങ്ങൾ രാവിലെ തന്നെ ആകുമ്പോഴോ പേസ്റ്റ് കഴിയാനായി ഗൈസ്. നമ്മളെ ഇന്ത്യൻ ഹോമിൽ എപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് പേസ്റ്റ് ആയിരിക്കില്ലേ എല്ലാവരുടെ വീട്ടിലും. പിന്നെ കട്ട് ചെയ്തിട്ടൊക്കെ ചിലവർ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കൂ ഗൈസ്, മോർണിംഗ് ടൈമില്ലാതെ വേഗം തീർത്ത് പിടിച്ച് ഓടണമെന്നാണ് ഞാൻ. ഇന്ന് വർക്കുണ്ട്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞങ്ങൾ ഉറങ്ങി എണീച്ച് പല്ലൊക്കെ തേച്ചു. ആളിതാ അവിടെ ഇരിക്കുന്ന ഇവർക്ക് കുളിമമ്മൊക്കെ ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ വർക്കിന് പോകണമല്ലോ. ഇതാ തിരക്കിലാണ്, അതിൻ്റെ ഇടയിലാണ് ചടുക്കുകളെ കാണിക്കാൻ പാടില്ല. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ കുറച്ചേരം കളിക്കും. പുറത്തിറങ്ങി നടക്കാനും വഴിയില്ല കാര്യം, മഴ പാറുന്നുണ്ട്. അപ്പോൾ ഡോർ ഇനി ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് തന്നെ ഡോർ ഓപ്പൺ ചെയ്യാമല്ലോ. ഞങ്ങൾ വീടിൻ്റെ മുൻവശം കാണിച്ചു തരാം കേട്ടോ. നോക്കൂ ഗൈസ്, ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ ഫുള്ള് തെങ്ങുകാടാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. കുറച്ച് ദിവസം ഇരിക്കാൻ വന്നതാ വീട്ടിൽ. അല്ലേ, അമ്മമ്മൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കണ്ടോ നോക്കൂ ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് ക്യാമറ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഇപ്പം കുറച്ച് കാണാൻ പറ്റുന്നില്ലേ? യെസ്, അതാണ്. അപ്പോൾ ചെറിയൊരു പാട്ടിലുണ്ട്. അപ്പോൾ അവളെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല പുറത്തോട്ട്. അപ്പോൾ അവൾക്ക് കൂളും ഒക്കെ റെഡിയാക്കി കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നുകൂടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ പറഞ്ഞു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചെറിയ ചിരിയായിട്ട് അമ്മ രാവിലെ തന്നെ എണീച്ചിട്ട് എന്താ ഈ ഫോണും കൊണ്ട് കാണിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അല്ലേ 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 അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഇനി നമുക്ക് സംസാരിച്ചാലോ? മുടി ഒന്ന് ശരിയാക്കി തരട്ടെ. മുടി ഒന്ന് ശരിയാക്കട്ടെ. മുടി കെട്ടണമെന്ന് ഇഷ്ടമല്ല ഗൈസ് അവൾക്ക്. അപ്പം അതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. പക്ഷെ മുടി ഇങ്ങനെ കണ്ണിക്ക് വരണോണ്ടേ കെട്ടാതെ നമുക്ക് വലിയ നിവർത്തില്ല. ഇതൊക്കെ നമ്മുടെ ആരാ ഉള്ളത് നോക്കിക്കേ. ഹായ് 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 ഹായ്, ഹലോ 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 ഗായ്സ്. അല്ലേ, ഇതൊക്കെ കഴിഞ്ഞോട്ട്
അപ്പം ഇനി കുറച്ച് നേരം അവളെ കളിപ്പിക്കും. പിന്നെ സമയമായിട്ടില്ലേ, 8 മണിക്കാണ് ഞങ്ങളെ സമയം ഫുഡിൻ്റെയൊക്കെ. അപ്പോൾ രാവിലെ ഞാൻ രാഗി കൊടുക്കാറ് കേട്ടോ. രാവിലെ നല്ല ഈവനിങ്ങും ചിലപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട്. ചില സമയത്ത് പഴം കൊടുക്കലുണ്ട്. ഇടനേരത്തേക്കാണ് പഴമൊക്കെ കൊടുക്കൽ. അപ്പം അങ്ങനെയൊക്കെ ഗൈസ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ്. രാവിലെ വെച്ച് ഞങ്ങളുടെ സ്നേഹപ്രകടനമാണ് ഗൈസ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഗൈസ്. അതൊക്കെ ഒരു ആകത്തോട്ടം. ഉറങ്ങി കാണിച്ചതാണ്. അവിടെ നോക്കട, അത് നോക്ക്. സെല്ല് നോക്ക്. നിങ്ങളെ നോക്കണം. നീ വരുന്ന പോവാ ഞങ്ങൾ പോണു. ചേച്ചിക്ക് ടൈമായി പോവാണ്. ഞങ്ങൾ അതുവരെ കൊണ്ടുവിടാൻ ഒരു ഓട്ടമാണ് ഗൈസ്. സ്റ്റോപ്പിക്ക് കൊണ്ടുവിടാൻ ഞാൻ പിടിക്കാൻ വരട്ടെ വഴുക്കോ? പിടിച്ചു. ബസ് മിസ്സാവോ? എവിടേക്ക് പോണ്? ചേച്ചിനൊപ്പം ആന്റിനൊപ്പം പോവാണ്. ഉണ്ടാപ്പി അവിടെ കിടന്ന് പണിയെടുക്കണം. ബാഗ് പിടിച്ച് വലിക്കുന്നു. പോവല്ലേ നമ്മള്. ഇതാണ് കേട്ടോ റോഡ്. അവിടെയാണ് ബസ് വരിക. പാട്ടിമാരൊക്കെ ഇനി ചേച്ചി ഈവനിങ് വരുള്ളൂ അല്ലേ? ആന്റിന് ബസ് കയറ്റാൻ വന്നതാണ്. അമ്മായിനെ പോകാ ഞങ്ങൾ ആലോചിക്കും വരുന്നില്ല. ആരത് കാണുന്നുണ്ട് വരുന്നില്ല. ഫേസ് കാണാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് വന്നു. ഫോളോയിങ് നോക്കുന്നു. എന്തിനാണ് കണ്ണട? എനിക്ക് നല്ല കണ്ണ് ദൈവം തന്നിട്ടില്ലേ? പിന്നെന്തിനാണ് കണ്ണട? നിന്റെ അമ്മ നോക്കി കാണിക്കും. കണ്ണടക്കണ എന്തിനാണ് ഉണ്ടാപ്പിയെ? ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്കടി പുള്ളി. നീ പോണ്ട, ബാഗിലിട്ട് കൊണ്ടുപോയാൽ മതി. ബാക്ക് പാക്കിലിട്ടിട്ട് ബൈ. സ്റ്റോപ്പിൽ കൊടുത്തിട്ടിട്ട് ഞങ്ങൾ റിട്ടേൺ പോകും കേട്ടോ. ബസ് വന്നു തോന്നുന്നു ചേച്ചി.
അവിടെ ദൂരെ നിന്ന് കാണുന്നില്ലേ, അതാണ് ഗൈസ് ബസ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇനി നമുക്ക് റിട്ടേൺ പോവാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് തെങ്ങ് തോന്നുന്നു. വീട്ടിലേക്ക് പോവല്ലേ? അവിടെ ആരാ എത്തി നോക്കണത്? അവിടെ ആരാ എത്തി നോക്കണത്? ആരാ എത്തി നോക്കണത്? ആരാ എത്തി നോക്കണത്? ഈ രോഷപ്പൂ വേണോ? ആടെ രോഷപ്പൂടി തൊടുന്നുണ്ട്. ഒരു എതുള്ള തരട്ടമ്മ. തിന്നാളല്ലേ കേട്ടോ. സന്തോഷമായ റോസപ്പൂ കൊടുത്തു. നമ്മൾ കറങ്ങി 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 എങ്ങോട്ടാണ്? വീട്ടിലോട്ടാണ്. അങ്ങനെ വീടെത്തി ഗൈസ്. കൂളുമാമ കഴിക്കുകയാണ് നിങ്ങള്. ഇന്ന് കൂളുമാമ ഒന്നുമില്ല കേട്ടോ, ഇന്ന് ഇഡ്ഡലി പാപ്പുമാണ് കേട്ടോ. ഇഷ്ടമായോ? ഇഡലി ഇഷ്ടമായോ? ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ അമ്മക്കുട്ടിക്ക്? ഇഡലി ഇഷ്ടമായത്രേ. ഇന്ന് ഇഡലിയാണ് ഗൈസ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ കഴിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഹലോ ഗൈസ്. വേണ്ട പറയണം. അപ്പം ഞാൻ അവർക്ക് കുറച്ച് പഴമൊക്കെ കൊടുത്തിട്ടുണ്ട്, പഴം പുഴുങ്ങിയതൊക്കെ. അപ്പം ഞാൻ രാഗി മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, വെള്ളത്തിൽ കുതിർത്തിട്ട്. അപ്പോൾ അത് മുളപ്പിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നോക്കി ഗൈസ്, രാഗി നല്ല ഇതായിട്ട് മുളച്ചിട്ടുണ്ട്. ഈ മുളപ്പിച്ച രാഗി കൊടുത്ത കുറച്ചും കൂടി രാഗി എന്നുള്ള പ്രോട്ടീൻസ്, കാൽസ്യം ഒക്കെ കുട്ടികൾക്ക് വേഗം കിട്ടുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഒരു ഓവർനൈറ്റ് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ട് വീണ്ടും ഒരു ദിവസം, ഇപ്പോൾ 2 ദിവസം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ആയത്. 1 ദിവസം കൊണ്ടാവും, ഇതിപ്പോൾ 2 ദിവസം എടുക്കേണ്ടി വന്നു. എന്നിട്ട് ഇത് നമ്മൾ അരച്ച് കൂളാക്കിയിട്ട് കൊടുക്കും. അവിടെ നോക്കി ഒരാൾ മൂലയ്ക്ക് ഇരുന്നിട്ട് പഴം ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ, ബാക്കി അതിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. വിശപ്പ് അധികം ആയിട്ടില്ല എന്ന് വിചാരിച്ചു ഞാൻ. വിശന്നിട്ടില്ല അതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആ പഴം കഴിക്കേണ്ടതാണ്. കുറച്ചെങ്കിലും കഴിക്കും കേട്ടോ. അപ്പോൾ എണ്ണ തേച്ച് നിർത്തിക്കുകയാണ് ഗൈസ് അവളെ കുളിപ്പിക്കാനായിട്ട്. അപ്പോൾ ഹലോ ഗൈസ്, ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഉച്ചക്കലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈവനിങ് ആയപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മേക്കപ്പ്, ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ ഫോണ് പോയി നോക്കാം ഗൈസ്. ഓക്കെ, മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈ കവറേജ് മാസിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? മാസിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് സൺസ്ക്രീനും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ SPF 50++, PA++ ആണ്. സൺസ്ക്രീൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാനത് കോർഡിനേറ്റ് ചെയ്ത് വാങ്ങിച്ചാണ്. വേറെ ഒന്നും കൂടുതൽ കാര്യമായിട്ട് ഞാൻ യൂസ് ചെയ്യില്ല. ഇപ്പോൾ
കുറച്ച് പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് കുറച്ച് ടൈം വൈകി ഗൈസ്. ടൈം 6:15. ഓക്കെ, പിന്നെ ഞാനിതിൻ്റെ മാച്ചായിട്ടുള്ള കോമ്പാക്ട് പൗഡർ വാങ്ങിയിട്ടുണ്ട്. അത് സ്കിന്നിന് മാച്ചായിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ലാസ്റ്റ് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ലാക്മേയുടെ ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ലാക്മേയുടെ യൂസ് ചെയ്യും, ഡാസ്ലറിന് യൂസ് ചെയ്യും കേട്ടോ. അതിന്ന് ഇതുവരെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. ഇത് മറ്റേത് ഈ കണ്ണെഴുതുമ്പോൾ വായ തുറക്കുന്ന ശീലങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കുണ്ട് ചെറുതായിട്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്, വായ തുറക്കുന്ന സീൻ. നമുക്കിപ്പോൾ ലൈറ്റായിട്ട് എഴുതുന്നുള്ളൂ. ആക്ച്വലി ടൈം ഇല്ലാത്ത സമയത്ത് ഈ സിമ്പിളായിട്ടുള്ളത് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ എന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ആയി കാര്യം സമ്പത്തി പോകണം വിചാരിച്ചിട്ട്, പക്ഷെ നടക്കുന്നില്ല. ഏതായാലും എല്ലാം കൊണ്ടും നല്ല സമയമായതുകൊണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഹെയർ ഫ്രീ ഹെയർ ഇവിടെ വിചാരിച്ചു ഗൈസ്. മുടി ഉണങ്ങിയിട്ടില്ല, ഒന്നാമത്തെ റീസൺ അതാണ്. നമ്മുടെ സിന്ദൂരം. ഓക്കെ, സെറ്റല്ലേ? അപ്പം ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പോയിട്ട് വരാം കേട്ടോ. ഇനി അവളെ കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട് ഗൈസ്. ആളെ കൂടെ റെഡിയാവുന്നുണ്ട്. ഇവിടെ ആളെ കൂളുമാമ കഴിക്കുകയാണ്. കൂളുമാമ കഴിക്കുകയാണ് ഗൈസ്. അപ്പം കൂളുമാമ കഴിച്ച് അപ്പം ഞങ്ങളങ്ങനെ അമ്പലമെത്തി ഗൈസ്. അമ്പലത്തിയിട്ട് നട അടച്ചിരിക്കുകയായിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് തൊഴുതി ഇറങ്ങി തിരിച്ചപ്പോഴേക്കും കുറച്ച് ഇരിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓട്ടോ വെച്ചിട്ട് വേണം റിട്ടേൺ ചെയ്യാം. നല്ല ഉറക്കം വന്നാൽ പീക്കിൽ നിൽക്കുന്നു കേട്ടോ. ഓട്ടോ കയറിയപ്പോൾ തന്നെ ആള് സൈഡിൽ അമ്പലത്തിൽ പോയിട്ട് വീടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കുക. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആളെ ഉറങ്ങി കേട്ടോ. ആളെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉറങ്ങി. വരുന്നതൊക്കെ പിന്നെ നല്ല കാറ്റൊക്കെ ആയപ്പോൾ ഓട്ടോറിക്ഷ തന്നെ അങ്ങനെ വരും. ഇപ്പോൾ വീടെത്തിയാണ്. രാത്രിത്തെ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.